പറഞ്ഞ അജാതി ഫീൽ ഗുഡ്. ചുരുളിയും മാലിക്കും അതിന്റെ ഇടയില് സംഭവിച്ചു. ഞാൻ ഇപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫിലിംസ് അങ്ങനത്തെയാണ്, കുറച്ചും കൂടി പെർഫോമൻസ് ആസ് ആൻ ആർട്ടിസ്റ്റ്. അതല്ല, ഈ കുറച്ചും കൂടി ആക്ഷൻ ഓറിയന്റഡ് പരിപാടി, അടി ബഹളം, വയലൻസ് ഒക്കെ ഉള്ള പടങ്ങളാണ്. തമാശ കുറെ ആയില്ലേ? അല്ല, തമാശ രസമാണ്, പക്ഷെ എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഇല്ലേ? തമാശ മാത്രമാകുമ്പോ ആളുകൾക്ക് നമ്മളെ അടുത്ത് തുടങ്ങും. റോൾ മോഡൽസിലെ മറ്റേ പെണ്ണ് കാണാൻ നടക്കുന്ന റോള്, അതൊക്കെ ഭയങ്കര രസമാണ്. അതിപ്പോഴും അത് ഈ റീൽസിൽ ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്, ഭയങ്കര രസമാണ്. മോഹൻകുമാർ ഫാൻസ് ഒക്കെ ഇങ്ങനെ റീൽസ് മെൻഷൻ ദാറ്റ് കോഴി ഇൻ യുവർ ഗാങ് എന്നൊക്കെ. അത് പക്ഷെ എന്തൊരു നാച്ചുറലാന്ന് അറിയോ, ഭയങ്കര നാച്ചുറലാ ശരിക്കും. ആക്ച്വലി ഇല്ലേ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വാട്ട് കൈൻഡ് ഓഫ് എ കോളേജ് സ്റ്റുഡന്റ് വരൂ? ഞാൻ ഭയങ്കര അണ്ടർഡോഗ് ആയിരുന്നു. കോളേജിൽ ഞാൻ കൈൻഡ് ഓഫ് ഓക്കെ ആയിരുന്നു. കൈൻഡ് ഓഫ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എന്തെങ്കിലും ഇലക്ഷനൊക്കെ നിന്ന് ഒരു ഓക്കെ പരിപാടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ പോലെ അങ്ങനെ ഒരു പ്രേമമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ എന്ത് മണ്ടനായിരിക്കും എന്നുള്ളത്. അത് പ്രേമം ആരോടെങ്കിലും തോന്നിയാൽ കൂടി അത് പോയി പറയാനോ എക്സ്പ്രസ് ചെയ്യാനുള്ള ഗട്സ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ കോളേജായിരുന്നു ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞ് FTIയിൽ പോയി, പിന്നെ കാര്യങ്ങൾ മാറി. പിന്നെ നമ്മള് അവിടെയും പ്രേമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു അല്ലറ ചില്ലറ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രി ടൈമിനാണല്ലോ, അതൊരു വേറെ ഒരു കാലഘട്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, യുവർ ചൈൽഡ്ഹുഡ് വാസ് എ ലൈഫ്. അതൊക്കെ എൻജോയ് ചെയ്യണ്ടേ? നടന്നില്ല. നോക്കട്ടെ, കൊറേ ബാൽക്കണി സ്പേസസ് ഉണ്ട് വീടിന്. ഇത് രക്ഷപ്പെടാൻ കാരണം കൊറോണ ടൈമിലാണ് എനിക്ക് യൂസ് വന്നത്. അല്ലെങ്കിൽ നമ്മള് ഇത്ര ഇവിടെ വന്നിരിക്കലൊന്നും. കൊറോണ ടൈമിൽ എല്ലാ വൈകുന്നേരങ്ങളും ഞങ്ങൾ ഇവിടെ. ശരിയാട്ടോ, നല്ല സ്പേസാ. ഇതിന്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതെന്താ ഈ ബിൽഡിംഗ്? നേവി കോട്ടേഷൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോഴും പിന്നെ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചോദിച്ചപ്പോ കാണിച്ചു, എന്താന്ന് പറയാമോ? പാട്ട് പാടാൻ പറഞ്ഞു. എക്സാക്ട്ലി. ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഭയങ്കര വില്ലേജ് ഫീൽ ഉള്ള ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, പാടും. ആ പാട്ടൊന്നും പാടാറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇപ്പൊ ഇന്നിങ്ങോട്ട് വന്നപ്പോ മഞ്ജു ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ പാട്ട് പാടാൻ തീരുമാനിച്ചു. ശരിക്കും? എന്നിട്ട് വേണ്ടാന്ന് വെച്ചു എന്ന് പറയാനാണോ? അല്ല, ഞാൻ പാടാം. ഈ സൗണ്ടിന്റെ ഇടയിലാണ് പ്രശ്നമുണ്ടോ? ഇല്ല, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. നല്ല സൗണ്ട് പ്രൂഫിൽ പാടാലോ. ഞാൻ പാടാം. പച്ചപ്പും പാടും. ചിരിപ്പിക്കോടോ? ഇല്ല. എന്താ പ്രശ്നം അറിയാം മഞ്ജു? എല്ലാരും തുറന്നു പറയുന്നോണ്ടിട്ട് വിഷമം വിചാരിക്കരുത്. അല്ല, ഞാൻ പാടാൻ വേണ്ടി വരുമ്പോ അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ, രൂപഭാവങ്ങൾ പുറപ്പെടുവിക്കരുതെന്നല്ലേ? ഒരിക്കലും ഇല്ല, പാട്. ആ ഫസ്റ്റ് നോട്ട് തെറ്റിയാ പിന്നെ പാടാൻ പറ്റുള്ളൂ. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ പാടണം എന്ന് ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്. എന്നെ പാടണ്ടെന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കരുത്, അതെനിക്ക് പറയാനുള്ളൂ. കണ്ടോ, ഇപ്പോഴും എന്നെ ചിരിപ്പിക്കുന്ന എന്റെ മുമ്പിൽ ഇത് മുഴുവൻ പറഞ്ഞ ഞാൻ ചിരിക്കില്ലേ? ഇല്ല, പാട്. ഞാനത് എന്തായാലും പാടിപ്പിക്കുന്ന പറഞ്ഞ പാട്. എന്നെ നോക്കി എന്നെ ചിരിപ്പിച്ച് എന്റെ കോൺഫിഡൻസ് എന്തിനാ പാടിക്കോ? എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരാൾ ഇത്ര അടുത്തിരുന്നിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റും. ഞാൻ പുറകോട്ട് നീങ്ങിക്കോ, പാട്. ഞാൻ ചിരിക്കുന്നില്ല. മഞ്ജുവിന് വേണ്ടിട്ട് വേതാളം പോലെ കൂടെ തുടരുന്ന ശാപൊന്നും പാടരുതിട്ടോ, മഞ്ജുവിന് വേണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. तेरी आँखों के दिए ढूंढ लाया हूँ वही गीत मैं तेरे लिए चलते हैं जिसके लिए दिल में रख लेना इसे हाथों से ये टूटे ना कहीं गीत नाजुक है मेरे शीशे से भी टूटे ना कहीं दिल में रख लेना इसे हाथों से ये छूटे ना कहीं गीत नाजुक है मेरे शीशे से भी टूटे ना कहीं गुनगुना लूंगा वही गीत मैं तेरे लिए
चलते हैं जिसके लिए तेरी यादों के दिए ढूंढ लाया हूँ वही गीत मैं तेरे लिए